രാത്രി പണിക്കാരില്ലാത്തപ്പോൾ ഞാൻ ശ്രീജനെ സഹായിക്കാൻ കടയിലേക്ക് പോട്ടെ. 7:30 പോയി കഴിഞ്ഞാൽ 11-12 മണിയാവും വരുമ്പോട്ടെ. അപ്പൊ അവിടെ നിന്ന് വന്നത് മുടിയൊക്കെ അങ്ങനെ എടുത്ത് കെട്ടി, മുടിക്കെട്ട് കണ്ടിട്ട് ആരും ഒന്നും ചിന്തിക്കില്ല. എനിക്ക് കംഫർട്ട് ഇതാണ് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് പിറ്റേ ദിവസത്തേക്കുള്ള ചോറ് തിളപ്പിച്ച് ഇറക്കി വെക്കാനായി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കൊടുക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസത്തേക്കുള്ള കറി കൂടി വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൂണുണ്ടായിരുന്നു, കൂണ് ദേ അരിഞ്ഞ് കൂണൊരു ഉപ്പേരി പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ചാറുകറി കൂടി വെക്കണം. ഇപ്പൊ വെക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, രാവിലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. 7:15 നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ വൈകി കിടക്കുമ്പോൾ വീണ്ടും വൈകി എഴുന്നേറ്റാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, സ്കൂളിൽ പോകേണ്ടതല്ലേ. അങ്ങനെ ആ കൂണൊക്കെ അരിഞ്ഞെടുത്ത് കൂണ് ഞാൻ കുക്കറിലൊന്ന് വിസിലടിച്ച് എടുത്തിട്ടുണ്ടായിരുന്നേ. ഫ്രിഡ്ജിൽ കടല ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കടല വേവിക്കുമ്പോൾ ഒരുപാട് വേവിക്കും, എന്നിട്ട് മാറ്റി വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. രാത്രി 11:30 കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ദേ പണികളൊക്കെ വേഗം നടക്കുകയാണ്. കടല അങ്ങനെ ഒരു ചാറുകറി ആക്കി അങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നെ ദേ കൂണിനെല്ലാം സവോളയും വെളുത്തുള്ളിയൊക്കെ വാട്ടിയെടുത്ത് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടിയും, കുത്തുമുളകും മുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് നമ്മുടെ കൂണും തട്ടിക്കൊടുത്ത് കുരുമുളക് പൊടി ഇട്ട് ഇങ്ങനെ വഴറ്റിയെടുത്താൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോഴേക്കും ദേ ചോറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, അതും ഇറക്കി വെച്ചു. അപ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവമേ വയ്യല്ലോ, നമ്മുടെ അച്ഛനമ്മയൊക്കെ ആണെങ്കിൽ പിന്നെ വന്ന് ചോദിക്കില്ല എന്താ മോളെ കഴിഞ്ഞില്ലേന്ന്. ഞാനത് ചിന്തിച്ച് നോക്കുമ്പോഴേക്ക് ശ്രീജേട്ടനോട് വന്നിട്ട് ചോദിക്കുക എന്താ വിപിനെ കഴിഞ്ഞില്ലേന്ന്. എനിക്കത് കേട്ടപ്പോൾ ഒരുപാട് സങ്കടമായിട്ടാണ്, സങ്കടം സന്തോഷമൊക്കെ വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ശ്രീജനോട് പോയി കിടന്നോളാം, തീരെ വയ്യല്ലോ. അങ്ങനെ ഞാൻ ചോറുണ്ടാണ് കേട്ടോ. നമ്മുടെ റാഡിഷ് കറിയും അതുപോലെ ഇരുമ്പമ്പുളി അച്ചാറും ചാറുകറിയും ഒക്കെ ഉണ്ടായിരുന്നു. ചൂടുവെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുളിക്കാനായിട്ട്. കുളിച്ചവനെ കണ്ടാ കുളിക്കണമെന്നാ പറയാം, പക്ഷെ വേറെ രക്ഷയൊന്നുമില്ല മക്കളെ, കാരണം വിശന്നിട്ട് വയ്യ. അങ്ങനെ ചൂടുവെള്ളം ആകുമ്പോഴേക്കും ഞാൻ ചോറൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മേലെഴുകാൻ പോയത്. അങ്ങനെ അതിനു മുമ്പ് കഴിച്ച പാത്രങ്ങളും നമ്മുടെ സിങ്കും ഒക്കെ തുടച്ച് വൃത്തിയാക്കി കഴുകി എല്ലാ പണികളും കഴിഞ്ഞ് ചൂടുവെള്ളം എടുത്തു കൊണ്ടുപോയി ഞാൻ കുളിച്ച് ഇനി കിടക്കാൻ പോവാണ് കേട്ടോ. സമയം എത്രയെന്നറിയോ? 12:08. ഇനി പിന്നെ കാണാം.